കുറേ മെസ്സേജൊക്കെ ഉണ്ടല്ലോ, എന്താണ് സ്ഥിതി? സ്റ്റാറ്റസും കമൻ്റ് അമ്മോ ഫുൾ ലാലേട്ടനാണല്ലോ. ലാലേട്ട എന്താണ് ആൻസിൽ എന്തോ ഒരു ഫുഡ് എന്തോ ഉണ്ടാക്കിയല്ലോ, എന്താണ് ആൻസിലേ? എഗ് ആൻഡ് ബീറ്റ് നൊസ്റ്റാൾജിക്. അയ്യോ, മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി ഓരോ കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഒരു രസമായിരുന്നു. ഇനി അതൊക്കെ ഏത് കാലത്താണാവോ? വെക്കേഷൻ പോയി, ബീച്ച് പോയി, എല്ലാം പോയി. ഒക്കെ പോയാലും ഒന്ന് നാട്ടിൽ പോകാനെങ്കിലും പറ്റിയാൽ മതിയായിരുന്നു. എന്ത് പറയാനാ? എഗ് പീസ്. പീസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ. കറി വേണ്ടാന്ന് വെച്ച് നമുക്ക് പീസും വെള്ളം കൂടി ഉണ്ടാക്കിയാലോ? ബീച്ചിൽ പോയില്ലെങ്കിൽ എന്താ, അത് കഴിക്കെങ്കിലും ചെയ്യാലോ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീച്ച് സൈഡിലൊക്കെ കിട്ടുന്ന എഗ് ആൻഡ് പീസാണ് കേട്ടോ. എഗ് ആൻഡ് പീസ് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ബുർജിയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ എന്താ, ബീച്ച് സൈഡിലൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ വിഭവം എന്ന് തന്നെ പറയാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ പീസ് ഉണ്ട് വെള്ളത്തിലിട്ട് വെച്ച്. ഞാനപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഗ് ആൻഡ് പീസ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ്, എന്നാലാണ് എളുപ്പം വേവാൻ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ വേവിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ കറിയോ മറ്റോ വെക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ അത് എടുക്കാത്തതുകൊണ്ട് വൈകുന്നേരമാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ്. ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം കേട്ടോ. ഒരു 3-4 വിസിൽ വന്നോട്ടെ, കാരണം നന്നായിട്ട് വേവുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള എടുക്കുക. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ നിറയെ കറിവേപ്പില, പിന്നെ 2 മുട്ട. ഇത്രയാണ് ഇതിന് വേണ്ടത്. ആദ്യം നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ചെറിയതായിട്ട് അരിയാം. ഇതിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഗ്രീൻ പീസും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്താ ബാക്കി ചെയ്യേണ്ടത് നോക്കാലോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചു. അതിലോട്ട് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഒഴിച്ചു. അത് ചൂടായി വരുന്ന സമയത്ത് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ഇടാം. എന്നിട്ട് ഒന്നും വഴറ്റി കൊടുക്കുക. ഒരുപാടൊന്നും വരേണ്ട ആവശ്യമില്ല. ഏതാണ്ട് ഒരു 1 മിനിറ്റ് ഒക്കെ അങ്ങനെ വഴറ്റാം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിക്കും അതുപോലെ തന്നെ മുട്ടയ്ക്കും ആവശ്യമായിട്ടുള്ള പീസിൽ ആദ്യം ഇട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നോക്കിയിട്ട് ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൂടി കറിവേപ്പിലുണ്ടോ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് അത് പറ്റുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ എഗ് ആൻഡ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സ്നാക്സ് ആയിട്ട് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഡിന്നർ വേണം തോന്നുമ്പോൾ അങ്ങനെയോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ സെർവ് ചെയ്യുമ്പം കുറച്ച് കുരുമുളക് പൊടിയൊക്കെ തൂവി കൊടുത്ത് ചെറിയ നാരങ്ങ നീരൊക്കെ തൂവി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയെ കാണുന്നവരെ ബൈ.